ഹലോ വെൽക്കം ബാക്ക് ടു അമിഗോസ് ഗെയിമിംഗ്. അപ്പോൾ നമ്മുടെ അമിഗോസ് ഗെയിമിംഗ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും പഴയതുപോലെ തന്നെ സ്വാഗതം. ഇപ്പോൾ നമ്മുടെ പഴയ കാഴ്ചക്കാർ, നമ്മുടെ പഴയ വ്യൂവേഴ്സിന് അറിയാം, കുറേ കാലമായിട്ട് ഇപ്പോൾ വീഡിയോകളില്ല. കാരണം നമ്മുടെ അക്കൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയായിരുന്നു. അപ്പോൾ ഞാൻ ഈ പരിപാടി നിർത്തിയാലോ എന്ന് ആലോചിച്ചാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരെ ഓർത്ത് ഞാൻ ഇത് വീണ്ടും റീക്രിയേറ്റ് ചെയ്തു. പഴയതുപോലെ തന്നെ നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങി. പുതിയ ചാനൽ എന്ന് പറയാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നൊരു അക്കൗണ്ടാണ്. അതിൽ ഞാൻ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കിടക്കുന്നുണ്ട്. 10-50 സബ്സ്ക്രൈബേഴ്സുടെ അടുത്തുണ്ട്. അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ട് 1K ഒക്കെ നമുക്ക് അടിക്കണം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പഴയ പോലെ ബസ്സിഡുമായി ബന്ധപ്പെട്ട്, ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുമായി ബന്ധപ്പെട്ട് സ്റ്റോറികളൊക്കെ പറഞ്ഞ് നമ്മുടെ വീഡിയോസ് ഇടാനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ പരിപാടി പിന്നെ ഞാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ, പണ്ട് നമ്മുടെ കയ്യിൽ 2-3 ബസ്സും ഒരു ട്രാവലറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ അക്കൗണ്ട് പോയതിന് ശേഷം നമ്മൾ ആ വണ്ടികളെല്ലാം നമ്മൾ കൊടുത്തു. പക്ഷെ നമ്മുടെ ബാക്കിൽ കിടക്കുന്ന ഷെഡ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പഴയ പരിപാടി തുടങ്ങിയാലോ എന്ന് ആലോചിച്ച് നമ്മൾ 2-3 ദിവസമായിട്ട് ഇങ്ങനെ ആലോചന കണ്ടിട്ട് നമ്മളിന്നൊരു ബസ് എടുത്തിട്ടുണ്ട്, സെഡസ്ട്ര. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ തന്നെ കിടക്കുന്നുണ്ട് സെഡസ്ട്ര. അപ്പോൾ വണ്ടി പഴയ പേര് തന്നെയാണ്, ഹെവൻ ഫയർ എന്നുള്ള രീതിയിൽ. ആ പഴയ എഴുത്തൊക്കെ മാറ്റി പുതിയ രീതിയിൽ ഇച്ചിരിയും കൂടെ മോഡേണായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് വണ്ടി. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ബസ്സിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം. നമ്മുടെ ബസ്സിന് നമ്മൾ എഡീഷൻ നെയിം ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ എഡീഷൻ നെയിം നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് നിങ്ങൾ വീഡിയോക്കൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം. അങ്ങനെയാണ് നമുക്ക് ഈ പരിപാടി വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഏത് രീതിയിലുള്ള കണ്ടൻറ്റ് നിങ്ങൾ ഇടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളത് ചെയ്യാൻ നോക്കും. അപ്പോൾ എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ബസ് എടുക്കേണ്ടത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടി, ഹെവൻ ഫയർ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എഡീഷൻ നെയിം ഇട്ടിട്ടില്ല. അപ്പോൾ എഡീഷൻ നെയിം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി നമ്മുടെ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ വണ്ടി ഇപ്പോൾ സകലമാന പരിപാടി കഴിഞ്ഞിട്ട് കിടക്കുന്ന വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ടിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ 2 കരിമ്പടം ഇട്ട് കാണാം. പിന്നെ ലിപ്പിൻ്റെ താഴെ റബ്ബറിൻ്റെ ബോഡി എക്സ്റ്റൻഡർ, പിന്നെ അതിൻ്റെ കരിമ്പടം കെട്ടിയേക്കണം നമ്മൾ 2 ഫോഗ്രാമ്പ്. അതിന് നമ്മളിനി കവറടിച്ചിടണം. അല്ലെങ്കിൽ കേരളത്തിലായതുകൊണ്ട് ഫൈന് വരാൻ സാധ്യതയുണ്ട്. പിന്നെ വൈപ്പുള്ള 2 നിയോൺ, പിന്നെ നമുക്ക് ടോപ്പ് ലൈറ്റ് ഉണ്ട്. ടോപ്പ് ലൈറ്റ് ഡമ്മിയാണ്. പിന്നെ നമ്മുടെ നെയിം ബോർഡ്, ഡിസ്കോ വാള്, ഇത്ര സാധനങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ നമ്മുടെ വണ്ടിയിൽ കയറ്റിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ സകലമാന പണി കഴിഞ്ഞ വണ്ടിയാണ്. ഇപ്പോൾ ഏകദേശം സന്ധ്യ. നമ്മൾ രാവിലെ വണ്ടി എടുത്തു ഇട്ടേക്കണെയാണ്. വീഡിയോ എടുക്കാൻ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ വൈകുന്നേരം ഇപ്പോൾ നമ്മൾ ജസ്റ്റ് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഫ്രണ്ടിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇനി നമുക്ക് സൈഡിലേക്ക് പോകാം ഗൈസ്. സൈഡിലേക്ക് വരികയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ വണ്ടിയുടെ സൈഡിൽ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള വർക്കൊന്നുമില്ല. സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ സൈഡിൽ പാർക്ക് ലൈറ്റായിട്ടൊരു വൈറ്റും ഇൻഡിക്കേറ്ററായിട്ടൊരു യെല്ലോ, നമ്മുടെ ചെറിയ ബാർ ലൈറ്റില്ല അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റേ ബോഡി എക്സ്റ്റൻഡർ താഴത്തേക്ക് ഇങ്ങോട്ട് വണ്ടി ചുറ്റുമുണ്ട്. ബോഡി എക്സ്റ്റൻഡർ റബ്ബറിൻ്റെ കറുത്ത അതിനകത്ത് റെഡ് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ആ സാധനം ബോഡി ചുറ്റുമുണ്ട്. അപ്പോൾ അത് സൈഡിലുണ്ട്. പിന്നെ ഫ്രണ്ടും ബാക്കും വീൽ ക്യാപ്പ് കയറ്റിയിട്ടുണ്ട് വണ്ടിക്ക്. ഇത്രയാണ് സൈഡിലുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നാലും സെയിം തന്നെയാണ്, പ്രത്യേകിച്ച് വേറെ മാറ്റമൊന്നുമില്ല. പിന്നെ നമ്മുടെ വണ്ടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീൽ ക്യാപ്പ്, മറ്റേ റബ്ബറിൻ്റെ ബോഡി എക്സ്റ്റൻഡർ, പിന്നെ പാർക്ക് ലൈറ്റിനും മറ്റേ ഇൻഡിക്കേറ്റർ സിഗ്നലിനും വേണ്ടി ബാർ ലൈറ്റ് ഇങ്ങനെ നിരത്തി സൈഡിൽ കൂടെ അങ്ങനെ 5-6 അങ്ങാണ്ട് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ അത്ര വർക്കുള്ളൂ ഗൈസ്, മിനിമലായിട്ടുള്ള ഒരു വണ്ടിയാണ്. പിന്നെ ഉള്ളിൽ ഇൻറ്റീരിയറും ക്യാബിനൊക്കെ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ലൈറ്റ് പോണതിന് മുമ്പും ഇനി പോയി കഴിഞ്ഞാൽ രാത്രി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി അതുപോലെ നമ്മുടെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ, ബാക്കിൽ പ്രത്യേകിച്ച് അങ്ങനെ വേറെ വർക്കൊന്നുമില്ല. ഇവിടെ നമ്മുടെ ബോഡിയിലായിട്ടൊരു ടാഗും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലൊരു നെയിം ബോർഡും കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ്. ഔട്ട്ഡോർ വരികയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ വണ്ടി ചെയ്തിട്ടുള്ളൂ. ഇനി ഇൻഡോറിലേക്ക് വരികയാണെങ്കിൽ നേരം അത്യാവശ്യം ഇരുട്ടി തുടങ്ങി. അപ്പോൾ ഇൻഡോറിൽ ലൈറ്റ് നമ്മളിപ്പോൾ തന്നെ ഏതായാലും കാണിക്കാം. ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇതൊന്നും നിങ്ങൾ നോക്കണ്ട, രാത്രിയായാൽ നമ്മുടെ വണ്ടി മൊത്തം മാറും ഗൈസ്. നമ്മുടെ മറ്റേ ബർത്ത്ഡേയിലൊക്കെ ലൈറ്റൊക്കെ ഉണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഇൻറ്റീരിയർ വരുന്നത്. അപ്പോൾ കൂടുതലൊക്കെ ഇനി നമുക്ക് രാത്രിയിലേക്ക് നോക്കാം, ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട്. അപ്പോൾ
നമുക്ക് രാത്രി നോക്കാം ഗൈസ്. ബാക്കിൽ പഞ്ച് ബോക്സൊക്കെ ഉണ്ട്, അതിനകത്തൊക്കെ നിയോൺ വർക്കാണ്. ഫുൾ അത്യാവശ്യം നല്ലോണം വർക്ക് എടുത്തേക്കണ വണ്ടിയാണ് ഗൈസ്. ഞാൻ നിങ്ങൾക്ക് ക്യാബിൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ക്യാബിനിലേക്ക് വരുവാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ ഒരു മറ്റേ സ്കെലിട്ടൺ തലയില്ല നമ്മുടെ, പിന്നെ അതിൻ്റെ പേര് വിട്ടുപോയി ഗൈസ്. ആ ഒരു ഡിസൈനിൽ ഇങ്ങനെ പല കണക്ഷനായിട്ടാണ് ഇങ്ങനെ വന്നേക്കണത്. പിന്നെ പയനിയറിൻ്റെ ആമ്പൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നല്ല സൗണ്ടും ലൈറ്റും എല്ലാം അത്യാവശ്യം എല്ലാ വർക്കും കഴിഞ്ഞ വണ്ടിയാണ്. നമ്മുടെ ഡ്രൈവർ സീറ്റ് തന്നെ നോക്കിയാൽ നമുക്ക് കാണാം, ഭാരത് ബെൻസിൻ്റെ ടൈപ്പ് സീറ്റൊക്കെയാണ് കയറ്റിയേക്കുന്നത്. അത്രത്തോളം വർക്ക് കഴിഞ്ഞേക്കുന്ന വണ്ടിയാണ്. അടുത്തായിട്ട് ക്യാബിനിൽ നിന്നുള്ള വ്യൂ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഗൈസ്. നമ്മുടെ വണ്ടി BS6 ആണ്. പിന്നെ നമ്മൾ ചെറിയൊരു മിനിയേച്ചർ കാറ് നമ്മുടെ ഡാഷ്ബോർഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കൊന്ത, ഇത്രയാണ്. ഉള്ളിൽ അങ്ങനെ അധികം വർക്കൊന്നുമില്ല ഗൈസ്. പിന്നെ ചെറിയ ചെറിയ ലൈറ്റ് വർക്ക്, ഇത്രയൊക്കെയാണ് ക്യാബിനിലുള്ളത്. ഇനി ഞാൻ പുറത്തിറങ്ങിയിട്ട് ക്യാബിനിലേക്ക് ആ ഡോറ് വഴി നിങ്ങൾക്ക് ഞാൻ കാണിക്കാം ഗൈസ്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ക്യാബിൻ്റെ ടോപ്പ് വരുന്നത്. ഇവിടെ ഒരു 3 പൈനിയറിൻ്റെ മറ്റേ ആമ്പൊക്കെ ഇരിക്കുന്നത്, പോരാത്തതിന് പല സ്ഥലത്തും ഉണ്ട് ആമ്പൊക്കെ. അപ്പോൾ ഇത്രയാണ് ക്യാബിനിൽ നിന്നുള്ള വ്യൂ. ഇപ്പോൾ നേരെ ഏതായാലും അത്യാവശ്യം നല്ലോണം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും വണ്ടിയുടെ ലൈറ്റൊക്കെ ഇട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ നേരെ ഇരുട്ടി അങ്ങ് വന്നപ്പോഴത്തേനും ഏതായാലും ലൈറ്റ് അങ്ങ് ഓണാക്കി. നമ്മുടെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ഇതിട്ടിട്ടില്ല, എന്താണ് നമ്മുടെ ഫോഗ് ലാമ്പ് ഇട്ടിട്ടില്ല. ബാക്കിയുള്ള ഓൾമോസ്റ്റ് ലൈറ്റെല്ലാം ഇട്ടിട്ടുണ്ട്. നമ്മുടെ ടോപ്പ് ലൈറ്റ് നോക്കി നിങ്ങൾക്ക് കാണാം, അതിനകത്ത് നിയോൺ വർക്ക് മാത്രമേ ഉള്ളൂ. സാധനം ഡമ്മിയാണ്. പിന്നെ നമ്മുടെ ഈ നെയിം ബോർഡ് വർക്കാവണം കാണാം. പിന്നെ ആ ഡിസ്കോ ആള്, പിന്നെ വൈപ്പറിൻ്റെ അവിടെ ഒരു ചെറിയ ഒരു നിയോണിൻ്റെ വർക്ക്. പിന്നെ ഞാൻ പറയില്ല അത് ഞാൻ വിട്ടുപോയി ഗൈസ്. ഗ്രില്ലിൻ്റെ അവിടെ ഒരു മറ്റേ കാറിൻ്റെ ഗ്രില്ലിലൊക്കെ വയ്ക്കാൻ ടൈപ്പ് ലൈറ്റില്ല, അതുണ്ട്. ഇത്രയാണ് ഫ്രണ്ടിൽ നിന്നുള്ള ലൈറ്റ് വർക്കിൻ്റെ വ്യൂ. ഇതാണ് ഗൈസ് സൈഡിൽ നിന്നുള്ള വ്യൂ. സൈഡിൽ അങ്ങനെ അധികം ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ ഈ കർട്ടൻ്റെ മേളിൽ ആ ബെർത്തിൻ്റെ അവിടെ ആയിട്ട് വെക്കണ ആ ലൈറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ക്യാബിൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അന്യായ വർക്കൊക്കെ ചെയ്ത് വെച്ചാണ് ക്യാബിനാണ്. ഇനി ബാക്കിലെ നെയിം ബോർഡ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നമുക്ക് ബാക്കിൽ ഇത്ര വർക്കാണുള്ളത്. ബാക്കിൽ വേറെ അഡീഷണൽ അങ്ങനെ ലൈറ്റ് ഒന്നുമില്ല. ആകെ ബാക്കിലുള്ള വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ നെയിം ബോർഡ് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം കൊള്ളാവുന്ന വണ്ടി തന്നെയാണ്. വർക്ക് അത്യാവശ്യം എടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയറാണ് ലൈറ്റ് കൂടുതലും വന്നേക്കണം, എക്സ്റ്റീരിയർ അധികമല്ല. ഫ്രണ്ടിലാണ് പിന്നെ അത്യാവശ്യം ഉള്ളത്. ബാക്കിലും സൈഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ലൈറ്റ് ഒന്നുമില്ല. ബാക്കിൽ പിന്നെ നെയിം ബോർഡ് അത്ര മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ക്യാബിൻ്റെ വ്യൂ. ഞാൻ പറഞ്ഞായിരുന്നത് അത്യാവശ്യം വർക്ക് എടുത്തേണ്ട വണ്ടിയാണ്. ക്യാബിന് നമുക്ക് മൊത്തമായിട്ട് ഒരു പിങ്ക് ടൈപ്പ് ലൈറ്റും പിന്നെ ബാക്കിൽ നമ്മുടെ നിയോൺ വർക്ക്, ഇതാണ് ക്യാബിനുള്ളത്. പിന്നെ അകത്തേക്ക് പോവുകയാണെങ്കിൽ നല്ല ലൈറ്റൊക്കെ ഇരിക്കുന്നുണ്ട് ഗൈസ്, കാണിച്ചു തരാം. നമ്മുടെ ഷോപ്പ് ഫുള്ള് ലൈറ്റ് വർക്ക് ചെയ്തതാണ്. ബർത്തിൻ്റെ അടിഭാഗം ഫുള്ള് ലൈറ്റ് ആണെങ്കിൽ നമ്മൾ നടന്നു പോകണ ഭാഗത്ത് ചെറിയ നിയോണിൻ്റെ ഒരു വർക്ക് അത്രേ ഉള്ളൂ. നമ്മുടെ ബർത്തൊക്കെ നമുക്ക് കാണാം, ലൈറ്റൊക്കെ മാറി വരുന്നത്. മേളിലാണെങ്കിൽ റൂഫും അത്യാവശ്യം നല്ല വർക്ക് എടുക്കുന്ന വണ്ടിയാണ്. ബർത്തിൻ്റെ ഭാഗം അത്യാവശ്യം വർക്കുള്ള വണ്ടിയാണ്. പഞ്ച് ബോക്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പഞ്ച് ബോക്സ് അതിനകത്തും നമ്മുടെ ക്യാബിനിലുള്ള ടൈപ്പ് ഒരു ഡിസൈനാണ് പഞ്ച് ബോക്സിലും കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയാണ് വണ്ടിയുടെ ലൈറ്റ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഗൈസ് നമുക്ക് വണ്ടിയായിട്ടൊന്ന് ഒരു റൗണ്ട് അടിച്ച് തരാം. നമ്മുടെ ഇവിടെ തൊട്ടടുത്തൊരു പെട്രോൾ പമ്പ് ഉണ്ട്. പെട്രോൾ പമ്പ് വരെ ഒന്ന് പോയി അതിൽ കൂടെ കുറച്ച് നമുക്ക് വണ്ടിക്ക് ഇന്ധനം അടിച്ചിട്ട് വരാം. ഏതായാലും തൊട്ടടുത്ത് തന്നെ ഉണ്ട് പെട്രോൾ പമ്പ്. നമുക്ക് ഏതായാലും പോയി ഇന്ധനം അടിച്ചിട്ട് വരാം. വണ്ടിക്ക് കുറവാണ് ഇന്ധനം.
നമ്മളങ്ങനെ പെട്രോൾ പമ്പിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ നമുക്ക് പെട്രോൾ അടിക്കാൻ പോകാം. ഗൈസ്, നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഇന്ധനമൊക്കെ അടിച്ചു. അപ്പോൾ നമ്മുടെ വണ്ടി ഒരു റണ്ണിങ് വീഡിയോ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വണ്ടി എടുത്തുകൊണ്ടൊന്ന് വന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ഇടുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. പിന്നെ വണ്ടിയുടെ എഡിഷൻ നെയിം ഒന്ന് കമൻറ്റും ചെയ്യുക. പിന്നെ ഏത് രീതിയിലുള്ള വീഡിയോ വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ആ വീഡിയോ എങ്ങനെയെങ്കിലും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്, ഗുഡ് ബൈ.